അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 4-ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അദബ് വേണം ഭോജനത്തിനും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ചില മര്യാദകൾ വേണ്ടതുണ്ട്. 4 പീരീഡുകളായിട്ടാണ് പാഠം തീർക്കേണ്ടതെന്നാണ് പറയുന്നത്. ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്നുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും മര്യാദകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഉണർത്തുക. അനുഗ്രഹങ്ങൾ ചെയ്ത അള്ളാഹുവിന് ഇബാദത്തിലൂടെ ശുക്ർ ചെയ്യണമെങ്കിൽ ശുക്ർ ചെയ്യണമെന്ന ബോധമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുക. ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദകൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ചില ഉദ്ദേശങ്ങളാണ് ഈ പാഠത്തിലൂടെ ചെയ്യുന്നത്. നമുക്കൊന്ന് വായിക്കാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബുമായിരിക്കുക, ത്വയ്യിബന നല്ലതായിരിക്കുക. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണെന്ന് കരുതുക. 2 കൈകളും വായും കഴുകുക. ഇരുന്ന് കഴിക്കുക, വലത് കൈകൊണ്ട് കഴിക്കുക. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലുക. അല്പാൽപമായി കഴിക്കുക, നന്നായി ചവച്ച് തിന്നുക. ധൃതി കാണിക്കാതിരിക്കുക, വേഗത്തിലാവാതിരിക്കുക എന്നർത്ഥം. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക. താഴെ വീണാൽ എടുത്ത് വൃത്തിയായി കഴിക്കുക. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. സംഘമായി ഭക്ഷണം കഴിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക. ശേഷം കൈയും വായും കഴുകുക. ഇത്രയും മര്യാദകളാണ് ഭക്ഷണം കഴിക്കാൻ. കൂട്ടുകാരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലുക. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഉത്തരം 1. ചോദ്യം 1. ഉത്തരം എഴുതാം. അതിലൊന്ന്, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. ചോദ്യം 2. ഭക്ഷണം കഴിച്ച ശേഷം നാം എന്തു ചൊല്ലണം? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. 3-ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽ നിന്ന് 4 എഴുതുക. 1. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബുമായിരിക്കുക. 2. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാൻ എന്ന് കരുതുക. 3. 2 കൈകളും വായയും കഴുകുക. 4. ഇരുന്ന് കഴിക്കുക, വലത് കൈ കണ്ട് കഴിക്കുക. ഇത് 2-ാമത്തെ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഭക്ഷണം താഴെ വീണാൽ എടുത്ത് വൃത്തിയായി കഴിക്കുക. 2-ാമത്തത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഊമ്പുക. 3-ാമത്തത്, തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലുക. ഇനി 3-ാമത് ശീലമാക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വിരൽ കൊണ്ട് തുടച്ചെടുക്കുകയും വിരലുകൾ ഊമ്പുകയും ചെയ്യൽ. ഇത് ശീലിക്കാനാണ്. 4-ാമത് പ്രയോഗിക്കാം. വിദ്യാർത്ഥികൾ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ സംഘമായി അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കുക. ഇത് ചെയ്ത് കാണിക്കലാണ്. 5-ാമത് ഉസ്താദിനോട് ചോദിക്കാം,
അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നതിൻ്റെ ആശയം എന്താണെന്നുള്ളതാണ്. ഉത്തരം: എൻ്റെ ഭാഗത്ത് നിന്നുള്ള കഴിവും ചലനവും കൂടാതെ ഇതിനെ എനിക്ക് നൽകുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും ആരോഗ്യം നിർത്താനും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.